കൃഷ്ണേട്ടാ, ഞാൻ ജോലിക്ക് പോകട്ടെ. നിങ്ങളെ നിങ്ങളുടെ പെങ്ങളടുത്ത് ജോലിക്ക് പോകണ്ട പറയും കേട്ടോ. കാരണം ഇന്ന് രാത്രി ഏട്ടനും ഏട്ടത്തിയും എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നതാ. അവൻ ഗൾഫിൽ നിന്ന് വന്നതല്ലേ, കുറച്ച് ദിവസം ആപ്പാടെ ലീവ് ഉണ്ടാവുള്ളൂ. അല്ല പൻ്റെ എന്നപ്പം നിനക്ക് ലീവ് എടുത്തൂടെ? നിന്റെ ആങ്ങളെയും ഭാര്യയല്ലേ വരിക? കൃഷ്ണേട്ടാ, എൻ്റെ ആങ്ങളെയും ഭാര്യയൊക്കെ ഇവിടെ എത്തുമ്പോഴേ 7-7:30 ആകുമ്പോൾ ഞാൻ 6 മണിയാകുമ്പോഴേക്കും ജോലി കഴിഞ്ഞ് വരില്ലേ. പിന്നെ ഞാൻ ലീവ് എടുത്തിരിക്കുന്നത് അതുമല്ലേ. കഴിഞ്ഞ മാസം 2 ലീവ് കൂടുതലെടുത്തതാണ്. എനിക്കിന്ന് ലീവ് എടുക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും പോകട്ടെ. അന്ന പോലെ നീ വെക്കോ. അല്ല അവർ വരുമ്പോൾ എന്താ ഉണ്ടാക്കി കൊടുക്കുന്നത്? അന്നല്ല അതിനുള്ള സാധനങ്ങൾ വാങ്ങി കൊടുക്കാൻ പറ്റുമെങ്കിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ ഉണ്ടാക്കുന്നത്? എന്തായാലും ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ആങ്ങളയ്ക്ക്. അതും ഇവിടെ ഞാൻ ഉണ്ടാക്കണത്. ഞാൻ ഉണ്ടാക്കുന്നില്ല, നിങ്ങളുടെ പെങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ പറയുന്നത്. ഇവിടുത്തെ ബിരിയാണി അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അവർ ഭാര്യയും ഭർത്താവും 2 മക്കൾ, 4 ആൾ മാത്രമേ വരുന്നുള്ളൂ. അമ്മ വരുന്നില്ല. അപ്പോൾ ചെമ്മീൻ വാങ്ങിച്ചു കൊടുക്കും. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. കുറച്ച് കോഴിയും വാങ്ങി, കോഴി പൊരിക്കാമല്ലോ. തൽക്കാലം ഇപ്പോൾ അത് മതി. ഞാൻ വരുമ്പോഴത്തേനും അത് ഒക്കെ ഉണ്ടാക്കി വെക്കാൻ പറയും. ഒരു 2 മണിയാകുമ്പോൾ വാങ്ങിക്കൊടുത്താൽ മതി കേട്ടോളേ. അത് ഞാൻ പോകട്ടെ. എന്നാൽ പിന്നെ 1 കിലോ ചെമ്മീനും 2 കിലോ കോഴിയും വാങ്ങല്ലേ? അതാ നല്ലത്. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ബാക്കി സാധനങ്ങളൊന്നും മറക്കല്ലേ. കറിവേപ്പിലയും മല്ലിയിലയും പുതിനയൊന്നും അത് നിർബന്ധമായിട്ടും വേണം. നിങ്ങൾക്ക് പൈസ ഒന്നും വേണ്ടാലോ. അല്ലെങ്കിൽ ഞാൻ പൈസ ഒന്നും കയ്യിൽ വെച്ചില്ലേ. 10-2 എൻ്റെ കയ്യിലുള്ളൂ. ബാക്കി ഞാൻ അങ്ങനെ ബാങ്കിൽ ഇട്ടു. ഇന്നലെ ശമ്പളം കിട്ടിയത് കയ്യിൽ വെച്ചങ്ങ് ചിലവായി പോകും. പൈസയൊന്നും വേണ്ട, എന്തായാലും നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. എന്തെങ്കിലും സാധനം കിട്ടിയാൽ പോരെ? നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതി. പിന്നെ വൃത്തി കുറച്ച് കുറവാണ്. തീരെ വൃത്തിയില്ല ഈ ഇടയായിട്ട്. ഒന്ന് വൃത്തിക്ക് ഉണ്ടാക്കാൻ പറയും കേട്ടോ സാധനങ്ങളൊക്കെ. എന്നിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ച ശേഷം ഇല പറിച്ചിട്ടേ എല്ലാം കറക്റ്റാക്കി മൂടി വെക്കാൻ പറയും. ഒരു 6-6:30 ആകുമ്പോഴേക്കും ഞാൻ എത്താം. അതിന് മണം ഒന്നും പോകണ്ട. നല്ലോണം ഒന്ന് പറഞ്ഞു കൊടുക്കേ. എപ്പോഴും ഒന്ന് ഇരുന്ന് കഴിക്കാൻ സമയം ഉണ്ടാവില്ല. കുറേ പാത്രങ്ങളിട്ടുണ്ട് കഴുകി. ഇതോടെ വിട്ടിട്ട് പോയി വരുന്നവരവിടെ കിടക്കും. അതെ, കാക്കറ്റ് കൊടുക്കട്ടെ. ഒരു ലോഡ് പാത്രം കഴുകാൻ കിടക്കും. ഇതൊക്കെ വിട്ടിട്ട് പോയാൽ വൈകുന്നേരം അവിടെ കിടക്കും. കിടക്കട്ടെ, നിന്നാ സമയം പോകും. ഏട്ടാ, ചോറടുപ്പത്തുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞാലേ ഒരു 3 വിസിൽ വന്ന് ഓഫാക്കിക്കോ. 3 വിസിൽ വന്ന് ഓഫാക്കാനോ? ലക്ഷ്മി, നീ ഇന്ന് ഇങ്ങോട്ട് വാ. ഏട്ടാ, പിന്നെ ഇന്ന് രാവിലെ നേരത്തെ ചോറ് വെച്ചത് എനിക്ക് അല്പം വൈകി. ഞാൻ ഒരു ചായയോ കടി എന്തെങ്കിലും ഉച്ചയ്ക്ക് കഴിക്കാം. പിന്നെ ഏട്ടമ്മ ക്യാൻറ്റീനിൽ കഴിക്കുമല്ലോ. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഏട്ടനെ ഒരു 3 വിസിൽ വന്ന് ഓഫാക്കിയിട്ട് വാർത്ത് വെക്കേട്ടാ. മീൻകറി ആക്കി വെച്ചിട്ടുണ്ട്. അതാ അവിടെ ഇരിക്കട്ടെ ലക്ഷ്മി. അവളുടെ ആങ്ങൾ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ 7 മണിയാകുമ്പോൾ അവർ ഭാര്യയും മക്കളെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭക്ഷണം വേണം, അത് ഉണ്ടാക്കണം. ഏട്ടൻ എന്തൊക്കെയായി പറയുന്നത്? അതിന് അവർ 7 മണിക്ക് വരുന്നെങ്കിൽ അങ്ങനെ ലീവ് എടുക്കണമെങ്കിൽ ഏടത്തേക്ക് ലീവ് എടുത്തിരുന്നാൽ പോരെ? ഏട്ടൻ അറിയണതല്ലേ, ഏടത്തേക്കൊന്ന് 3-4 ദിവസം പനിയൊക്കെയാണ് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ലീവ് എടുക്കാൻ പറഞ്ഞു. അവർക്ക് ചെറിയ തലവേദന എന്തെങ്കിലും വന്ന് എൻ്റെ അടുത്ത് ലീവ് എടുത്തിരിക്കാൻ പറയും. അങ്ങനെ ഞാൻ 3-4 ദിവസം അവിടെ പണിക്ക് പോയിട്ടില്ല. ഇപ്പോൾ 2 ദിവസം ലൈവിൽ പോയി തുടങ്ങിയിട്ട് ഇപ്പോഴും ലീവ് എടുത്താലോ? പിന്നെ എനിക്ക് മാസം തകയുമ്പോൾ എന്താ കിട്ടുക? നീ വല്ല കറക്റ്റിൻ്റെ പഠിക്കാൻ പോയി ഞാൻ പറഞ്ഞ് കേട്ടാൽ മതി കേട്ടോ. ഏട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പണിക്ക് പോയി കൊണ്ടുവന്നതല്ലേ ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ ഏട്ടൻ നടത്തുന്നത്. മോളുടെ കല്യാണത്തിന് മേലേക്ക് റൂം എടുക്കണം പറഞ്ഞു. ഏട്ടാ 6 ലക്ഷമല്ലേ ലോൺ എടുത്തത്. അത് എൻ്റെ തലയ്ക്ക് തന്നില്ലേ, നീ തന്നെ അടക്കിയെന്ന് പറഞ്ഞിട്ട്. ഇപ്പം എത്ര വർഷമായി ഞാൻ അടച്ചുകൊണ്ട് വരുന്നത്. ഇനി 1-2 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്. പിന്നെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് വാങ്ങിയെടുക്കും.
എനിക്ക് മര്യാദയ്ക്കൊന്നും ബസ്സിന് പോകാൻ പോലും മര്യാദയ്ക്ക് പൈസ തരില്ല. ഞാൻ അധികവും കടം വാങ്ങിയിട്ടൊക്കെയാണ് പോകുന്നത്. ഈ ഇട്ട സാരി ഇദ്ദേഹത്തിന് 3 വർഷമായി. ആ പടം 3 സാരിയല്ലേ എനിക്കുള്ളൂ. അതുപോലെ എനിക്ക് മര്യാദയ്ക്കൊന്നും വാങ്ങാൻ പൈസ തരുന്നുണ്ടോ? പറയുന്ന നോക്കുമ്പോഴോ ജോലിക്കും പോകണ്ട. എനിക്ക് ആരാ ഏട്ടാ എന്തെങ്കിലും തരാനുള്ളത്? എനിക്കൊരു 10 രൂപ വേണം പറഞ്ഞു. ഞാൻ തന്നെ പണിക്ക് പോകണ്ടേ? പിന്നെ എന്നെ പോകണ്ട പറഞ്ഞാലോ? നീ എന്നെ മലമറിക്കുന്ന വർത്തമാനം പറയുന്നത്? നീ ഇപ്പം ലോൺ തന്നെ കെട്ടുന്നുള്ളൂ. നീ ഇവിടെ തരുന്നുണ്ടെങ്കിൽ എനിക്ക് 3 നേരം ഭക്ഷണം കഴിക്കണ്ട അവിടുന്ന്. അത് വെറുതെ കിട്ടുമോ? ഏട്ടൻ എന്നാ ഇത്രയും വലിയ കണക്കൊക്കെ പറയാൻ തുടങ്ങിയത്? നമ്മുടെ അമ്മമാർ 6-7 മാസമല്ലേ ആയിട്ടുള്ളൂ. അതുവരെ ഞാൻ കൊണ്ടുപോയിട്ടില്ല ഇവിടെ എല്ലാ കാര്യങ്ങളും അധികവും നടത്തിയിരിക്കുന്നത്. അപ്പം പറയും അമ്മനെ നോക്കണ്ടേ നിന്നെ നോക്കണ്ടേ, അമ്മനെ നോക്കണ്ടേ നിന്നെ നോക്കണ്ടേ എന്നുള്ളത്. ഏട്ടൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ ഇറക്കിയിട്ട് അമ്മനെ നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അമ്മയ്ക്ക് സുഖമില്ലെന്ന് കിടന്നപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ മുഴുവനും വാങ്ങി. എൻ്റെ കയ്യിൽ ഒരു ചെയിൻ ഉണ്ടായിരുന്നു, അതും ഏട്ടൻ വാങ്ങി വിറ്റു. ഇപ്പോൾ ഞാൻ ഇത്രയും നമ്മുടെ കുടുംബത്തിൽ നോക്കിയിട്ട് അപ്പോഴൊക്കെ പറഞ്ഞു ലോൺ എടുക്കുമ്പോഴൊക്കെ പറഞ്ഞു നമ്മൾ രണ്ടാളും കൂടി ഒരുമിച്ചുള്ള വീടല്ലേ, നീ ലോണങ്ങ് ധൈര്യമായിട്ട് അടച്ചോ, നീ ഞങ്ങൾ പൊന്നു പോലെ നോക്കുന്നുള്ളത്. ആ ലോണും കഴിയാനായി. ഇപ്പം എൻ്റെ അടുത്താണെങ്കിൽ 1 രൂപയില്ല. ഇപ്പോൾ ഏട്ടാ ഞാൻ ഭക്ഷണം കഴിക്കുന്ന കണക്ക് പറയുന്നു. ഞാൻ വെറുതെ ഒന്നുമല്ല ഏട്ടാ കഴിക്കുന്നത്, നല്ലോണം ഇവിടെ പൈസ തന്നിട്ട് തന്നെയാണ്. നിർത്തടി നിന്റെ കണക്ക് പറിച്ച്. നീ എത്ര കുടുംബത്തിൽ ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. നിന്റെ അടുത്തല്ലെങ്കിൽ ഞങ്ങൾക്ക് നാണക്കേടാ. നാണക്കേടോ? എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്ന് വരെ ഇങ്ങനത്തെ വാക്കൊന്നും ഏട്ടൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തു ഏട്ടൻ എന്നെ കൊണ്ട് നാണക്കേടാവേ? എൻ്റെ മോനും പെട്ടു നോക്കിക്കൊണ്ടിരിക്കുക. നല്ലൊരു ബന്ധം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മായിമ്മ പോലും വേണ്ടാവുന്ന കാലമാണ് ഇന്നത്തെ കാലം. അച്ഛൻ്റെ പെങ്ങളും കൂടി കല്യാണം കഴിക്കാൻ വീട്ടിലിരിക്കാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുട്ടി അറിഞ്ഞോ? അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഏട്ടാ? ഇവിടുന്ന് ഒഴിവാകണോ? പറ്റുകയാണെങ്കിൽ ഒഴിവാകുന്നതാണ് എനിക്ക് നല്ലത്. പിന്നെ വീട് എൻ്റെ നിൻ്റെ മെരുക്കുള്ളതല്ലേ. അതിന് ഞാൻ വെറുതെ നിന്നെ ഇറക്കി വിടില്ല. അതിൽ ഭാഗം നിനക്ക് ഞാൻ തരും. ഏട്ടന് ഇതേ ഒരു സ്വഭാവം പണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴറിയോ? അച്ഛനുള്ള സമയത്ത്. അന്ന് ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചില്ല ഏട്ടാ, അച്ഛൻ്റെ അമ്മൻ്റെ എൻ്റെയും കൂടെ ഭാഗം എന്താ ഞങ്ങൾ പോകാമെന്നുള്ളത്? അന്ന് ഏട്ടൻ തന്നില്ല. കാരണം എന്താ? അച്ഛനെ സുഖമില്ല. അപ്പം അച്ഛൻ മരിച്ചു. അപ്പം അച്ഛന് കൊടുക്കാണ്ട് കഴിഞ്ഞു. പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി. അമ്മ മരിച്ചു, അമ്മയ്ക്കും കൊടുക്കാണ്ടായി. ഇപ്പം ഞാനാണ്. ഇപ്പം ഞാനിപ്പോഴൊന്നും മരിക്കില്ലെന്ന് ഏട്ടനറിയല്ലേ? അപ്പം എന്നെ എങ്ങനെയും ഒഴിവാക്കണം. അപ്പം എനിക്കൊരു പൈസ തരാം. അപ്പം എനിക്ക് എത്ര പൈസ തരാൻ പോകുന്നു? നിന്റെ കണ്ണീരും കരത്തിയൊന്നും എൻ്റെ വീട്ടിൽ വേണ്ട. നീ മര്യാദക്കാണെങ്കിൽ 2 ലക്ഷം രൂപ ഞാൻ തരും. 2 ലക്ഷം. 2 ലക്ഷം രൂപ ഇത്രയും വലിയ പുരയ്ക്ക് ഏട്ടാ, ആ 2 ലക്ഷം രൂപയെ ഞാൻ ഏട്ടന് തരാം. ഏട്ടന് ഇവിടെ നിന്ന് ഇറങ്ങുമോ? എന്താണ് നീ പറയുന്നത്? 2 ലക്ഷം എനിക്ക് കണ്ടിട്ട് എന്നെ ഇറക്കി വേണം. നീ 6 ലക്ഷം കൊണ്ടല്ല ഈ മേലിക്കെടുത്ത് 10-20 ലക്ഷമായി. അതൊക്കെ എൻ്റെ അധ്വാനമാണ്. അത് ഏട്ടനും മക്കൾക്കും വന്ന വിരുന്നുകാരും ബന്ധുക്കാർക്കും വന്നവർക്കും ഒരുക്കാനുള്ള ഇരിക്കാനുള്ള സ്ഥലം ഒരുക്കിയതല്ലേ അവിടെ. രണ്ട് എന്നെ മേലെ പോലും കയറ്റുമോ? അയാൾ അടിച്ചു തുടയ്ക്കാനല്ലാണ്ട് ആ റൂം പോലും മര്യാദയ്ക്ക് കണ്ടിട്ടില്ല. വേഗം അടിച്ചു തുറച്ച് പുറത്തിറങ്ങി പറയും നിങ്ങളുടെ ഭാര്യ. നീ എൻ്റെ ഭാര്യയെ കുറ്റം പറയണ്ട. അവൾ മര്യാദയ്ക്ക് ഒരു കുടുംബത്തിൽ പെണ്ണായതുകൊണ്ടാണ് നീ ഇത്രയും കാലം ഇവിടെ ഇരുന്നത്. അല്ലെങ്കിൽ പണ്ടേ നീ ഇവിടെ പോയിട്ടുണ്ടോ? അപ്പോൾ ഏട്ടൻ്റെ മോൻ്റെ കല്യാണം ആകുമ്പോഴത്തേക്കും ഞാനിവിടെ നിന്ന് ഇറങ്ങിത്തരണമല്ലേ? അല്ലെങ്കിൽ അവൻ നല്ല ബന്ധം കിട്ടില്ല. അതല്ലേ ഏട്ടൻ പറഞ്ഞത്? ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോവാം. ഒരു കൂടപ്പിറപ്പ് പറയാനോ ഒരാരെങ്കിലും ഒരു ബന്ധുക്കാരോ പറയാനോ എനിക്കാരുമില്ലല്ലോ. എൻ്റെ അടുത്ത് പൈസയില്ല. അപ്പം എനിക്ക് ഒരാളും ഇല്ലാണ്ട് എത്ര നല്ല നല്ല കല്യാണം ആലോചനകൾ വന്നതാ. അച്ഛൻ നല്ലൊരു പണിക്ക് നീ പോകുന്നുണ്ടല്ലോ, നിന്റെ വരുമാനം കൊണ്ട് കുടുംബം കഴിയുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ കല്യാണം കഴിച്ചു വിട്ടില്ല. നിങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഏട്ടനെ പഠിപ്പിക്കാനും ഏട്ടനൊക്കെ ജോലിയൊക്കെ ആക്കിയില്ലേ, അതൊക്കെ എൻ്റെ അധ്വാനമാണ്. ഇപ്പം ഞാൻ അനാഥയായി, ആരും ഇല്ലാണ്ടായി. അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. ഇതേപോലെ ഏട്ടനെ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ ഏട്ടനും ഇല്ല, എന്നെ ഇറങ്ങി പോകാൻ പറയുന്നു. ഞാൻ എങ്ങോട്ടാ പോകുന്ന ദൈവമേ, എനിക്കൊന്നും അറിയുന്നില്ല. എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാൽ മതി.
ഇതൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര നേരം ചോക്കണം? വഞ്ചേ അവൾ പോയിട്ടാ. ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഒന്നും വേണ്ട വേണ്ട പോയി. ഇല്ലേ എന്ത് ചെയ്യാനാ, അവളും ചെയ്യൂലേ. അവൾ വല്ല അനാഥി മടത്തി പോയിട്ടുണ്ടോ? ഞങ്ങൾ വേറൊന്നും ചെയ്യില്ല. അല്ല, ഞാൻ ബിരിയാണി ഉണ്ടാക്കാനല്ലേ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് പോയത്. നിങ്ങളുടെ അടുത്ത് ആരാ അവളെ പറഞ്ഞയക്കാൻ പറഞ്ഞത്? ഇപ്പോൾ എവിടെ പോയി നോണ്ടിരിക്കും നിങ്ങൾ? അവളെവിടെ പോകാനാ? പണി അനാഥി മടത്തി പോയിട്ടോ. അനാഥി മടം അതിനാണ് ആരുമില്ലാത്തവർക്ക് കെട്ടിവെച്ചല്ലേ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അനാഥി മടത്തി പോയിട്ടുണ്ടാവുമോ? അതാ വേറെ വല്ല എങ്ങോട്ടേക്കും പോയിട്ടുണ്ടാവുമോ? അവൾ എങ്ങോട്ട് പോകുന്നുണ്ട് അത് നോക്കിയോ നിങ്ങൾ? എന്താ നിനക്ക് സുഖമല്ലേ? അവളെന്തായാലും ഇങ്ങോട്ട് വരില്ല. അതിനെപ്പറ്റി പേടിക്കും വേണ്ട. അത്ര ഡോസ് ഞാൻ കൊടുക്കുന്നു. നന്നായി, അവളുടെ ശല്യം ഒഴിഞ്ഞു കിട്ടിയത്. ഞാൻ കുറേ ഉണ്ട് വിചാരിക്കുന്നു. നിങ്ങൾ അറിയണോ, മൂത്ത മോളുടെ അവിടെ നിന്ന് ഓരോ ആൾക്കാരിങ്ങനെ വന്നിട്ട് ചോദിക്കുക ഇതാരാണെന്ന്. ഞാൻ കുറേ ആൾക്കാരോടൊക്കെ അവളുടെ കൂടെ വന്ന ബന്ധുക്കാരൻ്റെ അടുത്തൊക്കെ പണിക്കാരിയാണ് പറഞ്ഞു. പിന്നെ അവർക്കൊക്കെ അറിയുന്നതല്ലേ അച്ഛൻ്റെ പെങ്ങളാണെന്നുള്ളത്. വേറുള്ള ആൾക്കാർക്കൊക്കെ അവിടുത്തൊക്കെ പറഞ്ഞു അച്ഛൻ്റെ പെങ്ങളാണെന്നുള്ളത്. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന പണിക്കാരി. അങ്ങനെയാണ് ഞാൻ അവൾ ഇതുവരെ കണക്കാക്കി വെച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും. അവൾ എന്തായാലും പോയത് നന്നായി. ഇനി പിള്ളേർ വിളിക്കുമ്പോൾ ചോദിച്ചു നമ്മൾ എന്താ ഇപ്പം പറയുക? കുടുംബക്കാരനാണ് പോയത്, കർണാടക ബന്ധുക്കാരില്ലേ അവരുടെ പോയി വരാം. അതെന്തായാലും നല്ല കാര്യമാണ്. കർണാടകയിൽ പോയി ഓടി വരുമൊന്നുമില്ലല്ലോ. 3-4 വർഷത്തിന് അവിടെ പോയതാണ്. അവിടുത്തെ അമ്മായിക്ക് സുഖമില്ല എന്നെന്തെങ്കിലും മരുമോനടുത്ത് പറയാം നമുക്ക്. എനിക്കിപ്പോൾ അതല്ല സങ്കടം. വീട്ടിലെ പണിയൊക്കെ ആര് ചെയ്യും? അവളല്ലേ പണി കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. നിങ്ങളാണെങ്കിലോ ആ ചായ കുടിച്ച ഗ്ലാസ് പോലും കഴുകില്ല. പിന്നെ എന്ത് ഉപകാരം എനിക്ക് നിങ്ങളെ കൊണ്ട് ഉണ്ടാവുക? ഇപ്പം എന്താ ഇപ്പം ചെയ്യുക? പഠിക്കാനെ പറ്റി നീ പഠിക്കണ്ട, നമുക്ക് നാരായണൻ്റെ അടുത്ത് പറയാം. അവൻ എവിടെയെങ്കിലും തപ്പിപ്പിടിച്ച് ഒരു പഠിക്കാൻ്റെ കൊണ്ടുവരും. എന്നാൽ പിന്നെ അതാ നല്ലത്. നിങ്ങൾ അയാളുടെ അടുത്ത് ഒന്ന് പറയും ഒരു പണിക്കാരനെ ഏർപ്പാടാക്കാൻ. വല്ലാത്തൊരു ചതിയാണ് ഇപ്പം നിങ്ങൾ ചെയ്തത്. എൻ്റെ ആങ്ങളിൽ നിന്ന് വന്നു പോയ ശേഷം നിങ്ങൾ പറഞ്ഞാച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അവർ വരുമ്പോൾ എന്താ ചെയ്യുക? കുഴിമന്തി ഓർഡർ ചെയ്യല്ലേ? എന്താ നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ ആങ്ങളുടെ നിന്ന് വരുന്ന പറയും. 2 ദിവസം കഴിയിട്ടേ മനസ്സിനൊരു സുഖം കിട്ടില്ല. നമുക്ക് പുറത്ത് പോയി തരുന്നത്. പുറത്ത് പോകാനോ? പുറത്ത് പോകാനൊക്കെ പൈസ എത്ര വേണം? ഇവിടെ ആകെ ഒരാളുടെ വരുമാനം ഇവിടെ കുറഞ്ഞില്ലപ്പോൾ അവളിട്ടിട്ട് പോയപ്പോൾ. പിന്നെ നിങ്ങൾക്കെന്തിന് മനസ്സിന് സുഖക്കേട്? മനസ്സിന് സുഖമില്ല എന്ന് പറയുന്നത്? സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഒരു 10-50 വയസ്സായ പെങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇത്രയും വർഷം വരെ നമ്മൾ നോക്കിയില്ലേ? ഇപ്പം അത് പുറത്ത് അതിൻ്റെ ഇഷ്ടത്തിൽ തോന്നിയ പോലെ അത് ഇറങ്ങി പുറത്ത് പോയി. ഇനിയിപ്പോൾ അത് എവിടെ പോയി പറഞ്ഞാൽ നമ്മളിരിക്കുക? നമ്മൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ വിചാരിച്ചിരിക്കുക സന്തോഷത്തോടു കൂടി. പിന്നെ വേണ്ടാത്ത ചിന്തകളൊന്നും തലയ്ക്ക് വലിച്ചു കൂട്ടിയിട്ട് വല്ല അസുഖവും വലിച്ചു ഉണ്ടാക്കണ്ട. ഇവിടെ നിങ്ങളെ നോക്കാൻ ആളില്ല. പിന്നെ എന്തെങ്കിലും പണിക്കാർക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ ചോറും കറി ഉണ്ടാക്കി അവരൊരു പാട്ടിൽ പോകും. അതായത് നിങ്ങളെ നോക്കിയിട്ട് ഇവിടെ ഇരിക്കുകയൊന്നുമില്ല. അതിനനുസരിച്ച് ജീവിക്കുക. നിങ്ങൾ ആരെയും എങ്ങനെ നോക്കുന്നത്? അവൾ തിരിച്ചു വരുന്നോ പറഞ്ഞിട്ടാ? നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇരുന്നോളെ. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞത്. അവൾ അങ്ങനെ തിരിച്ചൊന്നും വരില്ല. നിങ്ങളുടെ അമ്മൻ്റെ വാശി അങ്ങനെ തന്നെ ഉണ്ട് അവൾക്കും. കുറച്ച് ഒളിപ്പുണ്ടെങ്കിൽ എന്തായാലും അവൾ തിരിച്ചു വരില്ല, അത് ഉറപ്പാണ്. അതല്ലടി, മനസ്സിന് എന്തോ ഒരു സുഖൂലത്തെ മതി. ഹലോ ഹലോ ആരാ? ഹലോ ഹലോ എന്താ പറഞ്ഞേ?